ഹലോ ഹായ് നമസ്കാരം. ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളൊരു ഹോട്ടലിലാണ് തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ആഘോഷങ്ങൾ. അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങ് വാനക്കോണിൽ എന്ന പാട്ടാണ് ആ പെൺകുട്ടി പാടുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമാണ്. ഇവിടെ കൂത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഒരുപാട് കൂത്തൊക്കെ നടത്തിയിട്ട് എല്ലാവരും ഒക്കെ ഇങ്ങനെ പരിമിതമായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവിച്ച് ഇരിക്കുന്ന സമയത്താണ് 2026 കഴിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് കാശിലെ ഹോട്ടലുകാരെ വിളിച്ചെടുത്ത് ഇവിടെ ഒരു കൂത്ത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചായക്കാർ എന്താ പറഞ്ഞത്, ഇതെന്തൂടെ മക്കളെ മിണ്ടാണ്ടിരിക്കണേ, നമ്മള് 2005 കുറെ കഴിയുമ്പോ അങ്ങ് പോകും, പിന്നെ പുതുവർഷത്തെ നമ്മൾ വരവാക്കായിരിക്കുകയാണ്. അപ്പൊ എന്താ പറയണ്ടേ, ഒരു നല്ലൊരു കയ്യടി മണിച്ചേട്ടന് വേണ്ടി. നമുക്കെന്നെ അടിച്ചു പൊളിക്കേണ്ട ദിവസമാ കേട്ടാ, അടിച്ചു പൊളിക്കണ്ടേ, നമുക്ക് അടിച്ചു പൊളിക്കാനേ. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, ചാക്യാർ കൂത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ചാക്യാരുടെ അവതരണമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടുള്ള നിരവധി സ്റ്റേജ് ഷോകളിലും വിദേശ ഷോകളിലും എല്ലാം അവതരിപ്പിച്ചിട്ടുള്ള രതീഷ് വായലയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ കുറേ നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാവരെയും അങ്ങനെ ഉണർത്തിക്കൊണ്ടുവരിക എന്ന് പറയില്ലേ, അത്രയും ആക്റ്റീവായിട്ടായിരുന്നു അദ്ദേഹം. കുറേ TV ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് വിദേശ ഷോകളിൽ ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ട്, അതാണ്. അപ്പോൾ നാടൻ പാട്ടാണ് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് മോഹൻലാലിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പുലിമുരുകനായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അബിൻ ചങ്ങനാശ്ശേരിയാണ് എന്നാണ് പേര്, എൻ്റെ ഓർമ്മ. ശരിയാണോ എന്നറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹം നമ്മുടെ രതീഷ് വാലി കാണികളുടെ ഇടയിലേക്കൊക്കെ വന്നിട്ട് പാട്ട് പാടുകയാണ്. അപ്പോൾ ആമിക്കുട്ടി നല്ല രസത്തിലാണ്. ഏട്ടനും ഞങ്ങളെല്ലാവരും ശരിക്കും ആ ഒരു ന്യൂ ഇയർ മൂഡിലേക്ക് പോയിട്ടോ. നമ്മുടെ സങ്കടങ്ങളും, നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ വർഷത്തെ അടിച്ചു പൊളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്തു, ആഘോഷമാക്കി മാറ്റി. നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ, പിന്നെ അവിടെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അടുത്ത പുലിമുരുകൻ കഴിഞ്ഞിട്ട് അടുത്ത നരസിംഹം റോളിലേക്ക് നമ്മുടെ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം കാണികളെയെല്ലാം ശരിക്കും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അദ്ദേഹം. എനിക്ക് തോന്നുന്നു കീർത്തി ചക്രയിലെ ലാലേട്ടൻ്റെ വേഷം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ പുലിമുരുകൻ, നരസിംഹം, അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കേരളത്തിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ 5 DJs എടുത്താൽ അതിലൊരാളാണ് DJ നിതിൻ്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. എല്ലാവരെയും ശരിക്കും എന്താ പറയുക, അനങ്ങാതെ ഇരുന്നവർ പോലും എഴുന്നേറ്റ് വന്ന് നിന്ന് ഡാൻസിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് DJ നിതിൻ. വെരി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു എത്രയോ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അടിച്ചുപൊളി ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ടെങ്കിൽ കൂടെ ഇത്രയും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ. എല്ലാവരും ശരിക്കും അടിച്ചു പൊളിക്കാനായിട്ട് വന്നതായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ തൊട്ടപ്പുറത്ത് വേറെ അവരുടേതായ ഒരു ഗ്യാങ്ങിലായിരുന്നു. ലേഡീസ് അവരുടേതായ ഒരു ലോകത്ത്, ജെൻസ് ഇപ്പുറത്ത് അടിച്ചു പൊളിക്കുന്നു. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും അടിച്ചു പൊളിച്ചു. ഇതുപോലെ ആഘോഷമാവട്ടെ എല്ലാവർക്കും 2026. എല്ലാവർക്കും 2026 സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നിറഞ്ഞൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. നമ്മളുള്ള ജീവിതം എത്രയാണെന്നറിയില്ലല്ലോ. അപ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതൊക്കെ DJ ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. DJയിൽ കിടന്ന് തുള്ളുന്ന വീഡിയോസാണിത്. അങ്ങനെ 12 മണിയായി. ഞങ്ങൾ പരസ്പരം ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തു. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി കുട്ടികളുടെ ഡാൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെറിയ ഷോർട്സായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ലാസ്റ്റ് മുക്കാപ്പില പാട്ടാണ് ഈ പാടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.